സ്തുതി ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, സ്തോത്രം കർത്താവേ, ആരാധന. ദൈവനാമം മഹത്വപ്പെട്ട കർത്താവേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ആഴി പോലനന്ദം ദൈവമേ നിൻ സ്നേഹം, അതിരുകളില്ല വയലുകൾ പോലെ വിശാലമല്ലോ. ആഴി പോലനന്ദം ദൈവമേ നിൻ സ്നേഹം, അതിരുകളില്ല വയലുകൾ പോലെ വിശാലമല്ലോ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. ദൈവസ്നേഹം അതിശയമേ, എല്ലാ നാവും ഒന്നായി ഏറ്റുപാടുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പൊ എൻ്റെ മക്കള് ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് അറിയണം. എന്താ കാര്യം? ദൈവം ഉദ്ദേശിക്കുന്നത് സ്ഥായിയായ സ്നേഹം നീയും നിന്റെ ദൈവവുമായിട്ടുണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രാഹത്തോട് പറയണത്, എൻ്റെ മുമ്പിൽ നിന്ന് നീ പോയേക്കരുതെന്ന് പറയണത്. എബ്രാഹത്തോട് എന്താ പറയണത്? ഉൽപ്പത്തി 17:1 എന്താ പറഞ്ഞിരിക്കണത്? നീ എൻ്റെ മുമ്പാകെ നടക്കുക, കുറ്റമറ്റവനായിരിക്കുക. അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകാതിരിക്കാൻ ദാവീദ് ഇടയ്ക്ക് ഈ ഉടമ്പടി അനുസ്മരിപ്പിക്കും. ദാവീദ് പറയും, കർത്താവേ, തൻ്റെ യോഗ്യത പോകുമ്പോൾ ദാവീദ് അവസാനത്തെ തുറപ്പെടുക്കണതാണ്, കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ. എല്ലാ പിതാക്കന്മാരും പ്രാർത്ഥിക്കണം അങ്ങനെയാണ്. എല്ലാ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് എങ്ങനെയാണ്? കർത്താവേ അങ്ങയുടെ ഉടമ്പടിയെ അനുസ്മരിക്കണമേ, അങ്ങ് ദൈവത്തോട് അങ്ങ് ചെയ്ത വാഗ്ദാനങ്ങളെ. അതുകൊണ്ട് അബദ്ധം പറ്റിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. സങ്കീർത്തനം 51:7 എന്താ പറഞ്ഞത്? കർത്താവേ അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. എന്താ കാര്യം? ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അത് പ്രാർത്ഥിക്കണം. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ നിങ്ങളുടെ കൂടെ വരും, ഞാൻ നിങ്ങൾക്ക് മുമ്പേ നടക്കുമെന്നല്ലേ പറഞ്ഞിരിക്കണത്. ഈശോയും പറഞ്ഞല്ലോ അങ്ങനെ അല്ലേ? നമ്മുടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ നല്ലയിടയൻ്റെ കഥ പറയുമ്പോൾ ഈശോ എന്നാ പറഞ്ഞത്? ഞാൻ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കും. അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? ദൈവവചനം പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അപ്പം ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന വിഷയം എന്താണ്? നമ്മൾ വചനത്തിൽ നിലനിൽക്കും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കണത്. ഇപ്പം മുന്തിരിച്ചെടിയുടെ ശാഖകളുടെ കഥ പറയുമ്പോൾ ഈശോ പറയും, എൻ്റെ വചനം നിങ്ങളിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതെല്ലാം ഉടമ്പടി വചനങ്ങളാണ്. കാര്യം നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഒരു ഉടമ്പടി വചനം കണ്ടുപിടിക്കണം എങ്ങനെയാണ്? അതിനകത്ത് വാഗ്ദാനം ഉണ്ടാകും എപ്പോഴും. പിന്നെ എന്താണ്? നിബന്ധന ഉണ്ടാകും, നിയോഗം ഉണ്ടാകും. ഇപ്പം നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ, എന്താ വചനത്തിൽ എൻ്റെ മുമ്പിൽ നിന്ന് മാറാതിരുന്നാൽ എന്നർത്ഥം. എൻ്റെ വചനം പാലിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടന്നാൽ അത് നിബന്ധനയാണ്. ഇഷ്ടമുള്ള ചോദിക്കാം. യോഹന്നാൻ 15:7 നിനക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറഞ്ഞിരിക്കണത്. ആ എല്ലാമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ഒന്നും റെസ്ട്രിക്റ്റ് ചെയ്യണില്ല ദൈവം ഒന്നും പരിമിതിപ്പെടുത്തണില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ചോദിക്കുമ്പോഴൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിനക്ക് കിട്ടണേക്കാൾ വലുതായിരിക്കും നിന്റെ ദൈവം എന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ ചോദിക്കുമ്പോൾ, നിനക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണ്? എന്ത് ലഭിച്ചാലും
നിനക്ക് കിട്ടിയതിനേക്കാൾ വലുതായിരിക്കണം നിന്റെ ദൈവമെന്ന്. അതാണ് പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നീ ദൈവത്തെ മറന്ന് കളയരുത്, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി കളയരുത്. ചില സമയത്ത് ചില ആൾക്കാരുടെ അനുഗ്രഹങ്ങൾ താമസിക്കാനൊരു കാരണം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോണതാ. അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്, നിങ്ങൾക്ക് മാർഗഭ്രംശം ആരും നിങ്ങളെ വഴി തെറ്റിക്കരുത് എന്നതിൻ്റെ അർത്ഥം. യാക്കോബിൻ്റെ 1:16, യാക്കോബ് 1:16, നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്തുകൊണ്ട് അങ്ങനെ പറയണത്? ആർക്കെങ്കിലും നമ്മളെ വഴിതെറ്റിക്കാൻ പറ്റും. എല്ലാവരും ഓരോ പരുവത്തിലൊക്കെ ആയിപ്പോയത് എന്താ? ആൾക്കാരെ വഴിതെറ്റിച്ചതാ. ആൾക്കാർ ഇപ്പോൾ ചിലർ പറയും നമുക്ക് ഇന്ന ബിസിനസ് തുടങ്ങാമെന്ന് പറയും. ചില ആൾക്കാർ പറയും നമുക്ക് പന്നി ഭാര്യൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മായിപ്പം പറയും, എന്നാടാ നിന്നെയൊക്കെ എന്നാ ജോലി? ഇത് ഒരു പന്നി വളർത്ത തുടങ്ങാൻ പറയും. അപ്പം നമ്മൾ ഉടനെ പന്നി വളർത്തിയാൽ നഷ്ടമില്ലല്ലോ. അതിൻ്റെ ഒരു അല്പമൊക്കെ ഒരു കർഷക ബോധമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പന്നിയാണെങ്കിൽ ചെറുപറ പ്രസവിക്കും. നമ്മൾ ആ പ്രസവിക്കുന്ന സമയത്ത് പന്നിയുടെ അടുത്ത് നിന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ പന്നി അത് തന്നെത്താൻ പന്നിയുടെ പ്രസവ രക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? പന്നിയുടെ പ്രസവിച്ച കുഞ്ഞിനെ തന്നെ തിന്നുകൊണ്ടിരിക്കും. പൂച്ച അങ്ങനെ ചെയ്യും. പക്ഷെ പൂച്ച എല്ലാത്തിനും തിന്നത്തില്ല, പന്നി മൊത്തത്തിനും തിന്ന് കളയും. അത്ര പ്രശ്നം. ആകെപ്പാട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അത്രേ ഉള്ളൂ. പിന്നെ വേസ്റ്റ് തിന്ന് എവിടെ നിന്ന് വേസ്റ്റ് കിട്ടിക്കൊള്ളൂ. ഇപ്പം അമ്മായിപ്പം പറയുമ്പോൾ നല്ല കാര്യമാണ്. 6 മാസം കൂടി സാധനമൊക്കെ വളർന്നു കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തിക്കൊണ്ട് പോകും. ഓരോ പെരുന്നാൾ വരുമ്പോൾ 10-12 പന്നി ചിലവാകും. അപ്പം നമ്മൾ ഉടനെ ലോൺ എടുത്ത് പന്നി അതിൻ്റെ ഷെഡ് കെട്ടി. അപ്പോൾ തന്നെ 2.5 ലക്ഷം രൂപയായി. കാരണം സാങ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈജീനിക്കായിട്ട് കെട്ടണ്ടേ. അങ്ങനെ നമ്മൾ കെട്ടി. അപ്പോൾ അത് നമ്മൾ പിന്നെ പന്നി വളർത്തുമായിട്ട് കൂടി. എങ്ങനെ ഞായറാഴ്ച 7 മണിക്കാണ് പന്നി പ്രസവിച്ചെങ്കിൽ ഇവൻ്റെ കുർബാന പോവും. കാര്യം ഇവൻ പ്രസവിച്ചാന്ന് നോക്കിയിരിക്കല്ലേ, തിന്നുവാന്ന് നിൽക്കുകയല്ലേ. എങ്ങനെ ഞായറാഴ്ച പ്രസവിച്ച് പോയാൽ പണിയായി, കുർബാന പോയി. അവൻ്റെ അപ്പം പന്നിയുടെ മുമ്പിലാവും, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പോകും. അതാണ് നീ എൻ്റെ മുമ്പാകെ നടന്ന് കുറ്റമറ്റവനായിരിക്കാൻ പറയുന്നില്ലേ. അത് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പാകെ നിന്ന് വന്ന് പന്നിയുടെ മുമ്പാകെ പ്രസവിക്കണം നോക്കൊണ്ട് നിൽക്കും. തിന്നുവാന്ന് പറഞ്ഞ് നമ്മൾ അവിടെ അപ്പം തന്നെ തെറ്റി. രണ്ടാമത്തെ കേസ് എന്താ? രണ്ടാമത്തെ കേസ് വരാൻ പോകുന്നത്, കുറച്ച് കഴിയുമ്പോൾ ഒരുത്തൻ അവിടെ ഒരു ഹോം സ്റ്റേയും കൊണ്ട് ഒരുത്തൻ വലിച്ചു വരും. 2 കൊല്ലം കഴിയുമ്പോഴേ ഹോം സ്റ്റേക്കാരൻ വരുമ്പോൾ സായിപ്പിന് ഭക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണല്ലേ, അവർ ജീവിക്കണം അങ്ങനെയാണ്. പക്ഷെ സായിപ്പ് വരുന്നതിൻ്റെ പന്നിയുടെ മണം എവിടെയെങ്കിലും അടുത്തുണ്ടെങ്കിൽ അവിടെ കയറത്തില്ല. പിന്നെ എന്ത് ചെയ്യും? ഹോം സ്റ്റേക്കാരൻ കൊണ്ട് ഹെൽത്തിൽ പരാതി കൊടുക്കും. ഹെൽത്തുകാരൻ നമ്മുടെയൊക്കെ ഒന്ന് കാശമാകത്ത് ഹെൽത്തുകാരൻ പോയിക്കളാം, അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോകും. പുതിയ ആൾക്കാർ വന്നിട്ട് പറയും സംഘം പൂട്ടിക്കൊള്ളാൻ പറയും. അപ്പോൾ നമ്മുടെ ലോണും പോവും, നമ്മൾ വെള്ളത്തിലുമാകും, പലിശയുമാകും. മാർഗഭ്രംശം. നിങ്ങളെ ആർക്കും മാർഗഭ്രംശം വരരുതെന്ന് പറയും. എന്താ കാര്യം? ദൈവത്തിന് മുമ്പാകെ നിന്ന് മാറി അമ്മായിയപ്പന് മുമ്പാകെ വന്നപ്പോഴാണ് മാർഗഭ്രംശം വന്നത്. അമ്മായിയപ്പൻ ഭാര്യയുടെ ആങ്ങളാണ്, ഭാര്യയുടെ അപ്പനാണ്. എന്താ ഉദ്ദേശിക്കണത്? കുഞ്ഞുങ്ങളെ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി ആ മനുഷ്യൻ നന്നായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പം ഇങ്ങനെ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നിയാലും ചില സമയത്ത് നമ്മൾക്ക് നാളെ അത് മോശമായിട്ട് വരാം. അതാർക്കറിയാൻ പറ്റും? ദൈവത്തിനെ അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിരന്തരം പ്രാർത്ഥിക്കാൻ പറയണത്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോഴാണ് ഈ നമ്മുടെ വീടിരിപ്പ് സ്ഥലം ഇപ്പോൾ ലോണാണ്. ബാങ്കുകാരൻ കൃത്യമായിട്ട് പലിശ അടച്ചില്ലെന്നുണ്ടെങ്കിൽ ഹോം സ്റ്റേക്കാരൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ ബാങ്ക് സമ്മതിക്കത്തില്ല, ജപ്തി ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മാർഗഭ്രംശം വരരുത്. എന്താ കാര്യം? ദൈവത്തോട് ആലോചിക്കണം. ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടിയാണ് ആലോചന പറഞ്ഞു തരിക എന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഇടപെടും. അതുകൊണ്ടാണ് പൗലോസ് പോലും പറഞ്ഞ എന്താണ്? എബ്രഹാം പറഞ്ഞ വാക്ക് തന്നെയല്ലേ, എല്ലാ തരത്തിലും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുവിൻ
എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 1:4 പറയുന്നുണ്ട്. അതുതന്നെയാണ് ഉൽപ്പത്തി 24:1 എബ്രഹാത്തെ ദൈവം എല്ലാ കാര്യങ്ങളിലും അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും അനുഗ്രഹിക്കണം. ദൈവത്തോട് ആണ് നീ ആലോചന ചെയ്യേണ്ടത്. ദൈവം എങ്ങനെയാ പറയണത്? ഞാൻ നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന്. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുന്നതിന് അനുവദിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് ഷാനി സുനീർ. ഞാൻ തോപ്പുംപടിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ് അൾത്താരയിൽ. ഞാൻ ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം 10-ാം തീയതി 2024 അതിനുശേഷം ജപമാല റാലി കൂടിയതിന് ശേഷമാണ് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് 2 വർഷത്തിലധികമായി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടായിരുന്നു. രാവിലെ ടാബ്ലറ്റ് എടുക്കണം. വെറും വയറ്റിൽ അത് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുടി കൊഴിച്ചിലുണ്ടാകും, ആത്മഹത്യാ പ്രവണത ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രോഗമാണത്. ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തമിഴ് അപ്പാപ്പൻ പറഞ്ഞു, എനിക്ക് നാവിൽ വ്രണം ഉണ്ടായിരുന്നു, അത് മാതാവ് ഒരു സിസ്റ്ററുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അത് തുടച്ചെടുത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്തുകൊണ്ട് മാതാവിന് ഈ രോഗം മാറ്റാനായിട്ട് പ്രാർത്ഥിച്ചുകൂടാ. അങ്ങനെ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുന്നതാണ്. ആഴ്ചയിലൊരു ദിവസം വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിത്യാരാധനയുടെ മുൻപിലുള്ള ആ വിളക്കിൽ നിന്ന് വിശുദ്ധ തൈലം എടുത്ത് എൻ്റെ തൊണ്ടയിൽ പുരട്ടിയിട്ട് എല്ലാ ആഴ്ചയിലും വരുമ്പോൾ ഞാൻ പുരട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്, മാതാവേ ഈ ഗുളിക കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്, ഇതെനിക്ക് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതിന് ഞാൻ മെഡിസിൻ കഴിച്ച് ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 2 മാസം മുൻപേ ഞാൻ മെഡിസിൻ കഴിക്കാൻ എടുത്തപ്പോഴേക്കും അത് എല്ലാം ദ്രവിച്ചിരിക്കുന്നു. പുതിയ ടാബ്ലറ്റ് ബോട്ടിൽ വാങ്ങിയതാണ്, അത് ദ്രവിച്ചിരിക്കുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനി അത് കഴിക്കണ്ട, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ടെസ്റ്റ് ചെയ്തു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ രോഗം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. 2 വർഷത്തിന് മുൻപ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും, അങ്ങനെ ഒരു അസുഖമാണെന്നാണ്. ഇപ്പം ഞാൻ ആ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടിയിട്ടുണ്ട്. മാതാവ് എനിക്ക് രോഗസൗഖ്യം തന്നതിന് മാതാവിന് നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എനിക്ക് 4 മാസം മുൻപ് മുഖം 2 സൈഡും നിറയെ കുരുക്കൾ വന്ന് പഴുത്ത വ്രണമായിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം. ഇത് 2 മാസമായിട്ട് ഞാൻ 2 ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചു, മെഡിസിൻ എടുത്തു. 2 മാസമായിട്ട് ഒരെണ്ണം പോലും കുറയുന്നില്ല. പഴുത്ത വ്രണമായിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായിട്ട് ഭയങ്കര മാനസിക പ്രയാസമായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം ഇവിടെ വന്നപ്പോൾ അച്ഛനെ കണ്ട് ഇതൊന്ന് കാണിച്ചാൽ എനിക്ക് ആശ്വാസമായിരിക്കും എന്ന് മാതാവ് പറഞ്ഞതുപോലെ ഞാനിവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ചു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ നെറ്റിയുടെ 2 സൈഡിലും സൈത്ത് പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ആ കുരുക്കൾ കുറയാൻ തുടങ്ങി. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ അച്ഛനെ ഞാൻ കണ്ടിട്ട്. എൻ്റെ മുഖത്ത് ഒരു കുരു പോലും ഇല്ല. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഉണ്ടായത്, എൻ്റെ മാതാപിതാക്കൾ 8 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് സഹായം ചെയ്യാനുള്ള കഴിവൊന്നും എനിക്കില്ല. അപ്പോൾ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഒരു നിയോഗം വെച്ചിരുന്നത്, എൻ്റെ മാതാപിതാക്കൾക്ക് സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണം മാതാവേ, എനിക്ക് ചെയ്യാൻ നിവൃത്തിയില്ല, അത് ഞാൻ മാതാവിനെ ഏൽപ്പിക്കുകയാണ്, മാതാവ് അത് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ 3 മാസമായി എൻ്റെ വീട്ടുകാർ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മാവൻ ഒരു വീട് വാങ്ങി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. എനിക്ക് ഉടമ്പടി ജീവിതം തുടങ്ങിയ അന്ന് മുതൽ സ്വപ്നദർശനമുണ്ട്. ഞാനത് ആഴ്ചയിൽ ഒരു ദിവസമായിരുന്നു. ഇപ്പം എനിക്ക് ദിവസവും എനിക്ക് ഈശോയും മാതാവും എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതിൽ ഞാൻ ഒരു സ്വപ്നം കണ്ടതെന്ന് വെച്ചാൽ, തിരുഹൃദയ തിരുനാളിൻ്റെ മാതാവിൻ്റെ വിമലഹൃദയ തിരുനാളിൻ്റെ അന്ന് ഞാൻ കൃപാസനത്തിൽ നിൽക്കുന്നതായിട്ട് ഈ അൾത്താരയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, അൾത്താരയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോൾ ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
പെട്ടെന്ന് ഞാൻ ഈ മാതാവ് ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മാതാവിൻ്റെ ഹൃദയം ഇടിക്കുന്നത് എനിക്ക് അവിടെ നിന്നുകൊണ്ട് കേൾക്കാം. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനെന്ന് വിളിച്ചപ്പോൾ അച്ഛൻ വേഗം വന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് നോക്കിയപ്പോൾ ഈശോയുടെ കാലിൽ നിന്ന് മുട്ടിന് താഴെ ആ രക്തം ഒഴുകുന്നത് ഞാൻ കണ്ടു. അച്ഛൻ വേഗം ചെന്ന് ഈശോയെയും കെട്ടിപ്പിടിച്ചു. അത് സ്വപ്ന ദർശനത്തിൽ എനിക്ക് കിട്ടി. അത് വിമലഹൃദയ തിരുനാളിൻ്റെ ദിവസമായിരുന്നു. പിന്നീട് ഒരു ദിവസം കണ്ട സ്വപ്നം, ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്നെ വിളിച്ചിട്ട്, നീ ഇങ്ങോട്ട് വരും, എൻ്റെ കാല് മുറിഞ്ഞിട്ടുണ്ട് മുട്ടിന് താഴെ, അതൊന്ന് തുടച്ചു തരുമോ എന്ന് പറഞ്ഞു. ഞാൻ വേഗം ബോക്സ് എടുത്ത് അതിൽ നിന്ന് പഞ്ഞിയെടുത്ത് അച്ഛൻ്റെ മുട്ടിൻ്റെ താഴെ തുടച്ചു കൊടുത്തു. അപ്പോൾ അച്ഛനൊരു കൊന്ത തരുമോ ചോദിച്ചു. ഞാൻ കൃപാസനത്തിൽ നിന്ന് വാങ്ങിയ എൻ്റെ കൊന്ത അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ അതുമായിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് തിരുരക്ത സംരക്ഷണ ദിവസമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാനാശ്ശേരി പള്ളിയിലാണ് കുർബാനയ്ക്ക് പോകുന്നത് വൈകിട്ട്. അവിടെ കുർബാന കൂടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും, ഞാനൊരു മുസ്ലിമാണ്, എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ കുർബാനയും സ്വീകരിക്കണേ ഈശോയെ, എൻ്റെ പ്രാർത്ഥനയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് അവർ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് മെയ് 22 ഞാൻ വെളുപ്പിന് 3 മണിക്ക് സ്വപ്നം കാണുവാണ്. ഞാൻ ആ പള്ളിയിൽ കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ കുർബാന നടത്തുന്ന അച്ഛൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴേക്കും അരളിക്കയുടെ നടുക്കുള്ള തിരുവോസ്തിയിലേക്ക് എന്നോട് നോക്കാൻ പറഞ്ഞു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപം ഞാൻ അതിൽ കണ്ടു, ജീവനോടെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രാർത്ഥന ഈശോ സ്വീകരിച്ചു എന്ന്. അങ്ങനെ ഒരുപാട് സ്വപ്ന ദർശനങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ മാതാവിനോട് ഈശോയോട് നന്ദി പറയുന്നു. ഞാൻ ഉടമ്പടി ജീവിതം തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചത്. തിരുഹൃദയ തിരുനാളിൻ്റെ അന്ന് ഈശോ സ്വപ്നത്തിൽ വന്നിട്ട്, ഞാൻ നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിൻ്റെ കുടുംബത്തിന് കരുതി വെച്ചിട്ടുണ്ട്, നീ എൻ്റെ ഒരു തിരുഹൃദയ രൂപം നിൻ്റെ വീട്ടിൽ വെക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം ഒരു രൂപം വാങ്ങി വെച്ചു. അതിനുശേഷം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതാണ്. ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ടാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പുള്ളി ഒരു ബസ് ഡ്രൈവറാണ്. അപ്പോൾ എനിക്കും ജോലിയുണ്ട്. ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ബസ്സിൽ രാവിലെ പോകും, രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ ഞാൻ പത്രം കൊണ്ടുപോകുമ്പോൾ ചില സ്റ്റോപ്പുകളിൽ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും ചായ കുടിക്കാനായിട്ട് പുള്ളിക്ക്. അപ്പോൾ ഞാൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെയുള്ള ആളുകൾക്ക് പത്രം വിതരണം ചെയ്ത് മാതാവിൻ്റെ എൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ വാദോരാതെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് പത്രം കൊടുക്കുന്നത്. പിന്നെ അടുത്ത ബ്രേക്കിലെത്തുമ്പോൾ ആ സ്റ്റോപ്പിലാണ് പിന്നെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പത്രവിതരണം ചെയ്യുന്നത്. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് ഞാൻ ഉടമ്പടി എടുത്ത പിറ്റേ ആഴ്ച മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. പള്ളുരുത്തിയിലുള്ള കൊത്തലങ്കോ ബ്രദേഴ്സിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അവിടെ 50 മെമ്പേഴ്സ് ഉണ്ട്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആണ്. അവർക്ക് ഞങ്ങൾ വീട്ടിൽ തന്നെ 5 കുടുംബങ്ങളുണ്ട്. 5 കുടുംബങ്ങൾ ചേർന്ന്, ഞാനും ചേർത്ത് 5 കുടുംബം, ആ ചേച്ചിമാരും ഞാനും കൂടി ചേർന്ന് വിറകടുപ്പിൽ നമ്മൾ ചോറും 3 തരം കറിയും പാചകം ചെയ്ത് അത് ഓട്ടോ പിടിച്ച് കൊണ്ടുപോയി അവർക്ക് വിളമ്പി വാരി കൊടുത്ത് അതിന് ശേഷമാണ് തിരിച്ചു വരുന്നത്. എല്ലാ വ്യാഴാഴ്ചയിലും ചെയ്യാറുണ്ട്. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ മാസത്തിൽ 1 തവണ ക്യാൻസർ വാർഡിൽ പോകും. അവിടെ ചെന്നിട്ട് ബൈസ്റ്റാൻഡർ ഇല്ലാത്ത രോഗികളെ അന്വേഷിച്ച് അവർക്ക് ആവശ്യമായ മെഡിസിൻ വാങ്ങിക്കൊടുക്കും. ഇത് ഞങ്ങൾ 5 പേരും കൂടി ചേർന്ന് ആണ് ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം പോയപ്പോഴാണ്, അന്ന് വെളുപ്പിന് പോകാൻ നിന്ന് അന്ന് വെളുപ്പിനാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ തൊണ്ടയുടെ ഇവിടുന്ന് താഴേക്ക് തടവി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൈറോയിഡ് മാറിയതായിട്ട് എനിക്ക് റിപ്പോർട്ട് കിട്ടിയത്. നേർച്ച വസ്തുക്കൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾ വീട് വാങ്ങിയപ്പോൾ ഞാൻ ആ ഉപ്പ് കൊടുത്തിട്ട് അവിടെ എല്ലാം വിതറാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ തൈറോയിഡ് മാറിയത് ഈ നിത്യാരാധനയിൽ ആ എണ്ണ എടുത്ത് ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വരുമ്പോൾ പുരട്ടി പ്രാർത്ഥിച്ചിട്ടാണ്
അത് ഞാൻ ആ സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. സാക്ഷ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പിന്നെ അച്ഛൻ്റെ ചൊവ്വാഴ്ചയുള്ള ധ്യാനം ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കുന്നത് അച്ഛൻ്റെ ആ ടോക്കിലൂടെയാണ്. പിന്നെ ഞാൻ എല്ലാ ചൊവ്വാഴ്ച അത് കേൾക്കുമ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ലൈവിൽ തന്നെ 5 നിയോഗങ്ങൾ, എൻ്റെ 5 ആവശ്യങ്ങൾ എനിക്ക് അപ്പോൾ ആ ആഴ്ചയിൽ വേണ്ട 5 ആവശ്യങ്ങൾ ഞാൻ മാതാവിന് സമർപ്പിക്കാറുണ്ട്. പിറ്റത്തെ ആഴ്ച ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ എനിക്ക് ആവശ്യങ്ങൾ നിറവേറ്റി തരാറുണ്ട് മാതാവ്. ഞാനതെല്ലാവരോടും പറയാറുമുണ്ട് അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ എനിക്ക് എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് എനിക്ക് സഹായിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. ഹസ്ബൻഡിന് ഒരു തവണ ബസ് ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ബൈക്ക് വന്ന് ബസ്സിൽ മുട്ടിയായിരുന്നു. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിച്ച് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 1 മണിക്കൂറിനകം മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. വീഡിയോ ക്യാമറ നോക്കിയപ്പോൾ അത് ആ പെൺകുട്ടി പേടിച്ചിട്ട് ചരിഞ്ഞതാണെന്നുള്ളത് മാതാവ് എനിക്ക് ആ വഴിയിലേക്കാക്കി എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. മരണം വരെ എനിക്ക് ഉടമ്പടിയിൽ ജീവിക്കാനും ഇതിൽ തുടരാനുമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. Praise the Lord. My name is Donna. I'm from Bangalore, where I work as a product manager in an MNC. I first came into Covenant in December 2024. I had come here on the 7th of December. Around 3 weeks from that day, I started experiencing intense headaches, facial pain, and I soon started losing my vision, and I would experience rapid blurring on the corner of my eyes. And by the first week of January or the 10th of January, I had lost most of my vision. So I first went to an eye doctor who said that I need to be referred to neurology. So then I went to the neuro department in Apollo, Bangalore, where they did an MRI, and they told me that there was a lot of inflammation in my brain and the brain orbit area. And they suggested that I get admitted immediately. I got admitted, and they started doing tests to figure out why this happened, because typically this is a symptom, this is not a disease unto itself. So they wanted to know what kind of autoimmune condition or infection was causing this. And so they did a lot of tests, and they also did spinal tap, where they take out the spinal fluid. And in the spinal fluid, there was something called oligoclonal bands, which when present suggest diseases like multiple sclerosis. So because they had given me steroids to bring down the inflammation temporarily, my vision was improving. But there was a big question mark as to why this happened and what that means for my future. After getting discharged from the hospital, I met the doctor, and he said that there's a possibility that you have multiple sclerosis. And it was a very devastating news to hear, because it's a very dangerous disease to have. Most people who have multiple sclerosis within 10 to 15 years completely lose mobility. They are wheelchair bound. Insurance doesn't cover multiple sclerosis. The treatment is very new and very expensive. And suddenly there was a lot of fear. But by the grace of God, I was in the Covenant, and I drew a lot of strength from the prayers that I offered daily. I would listen to Father's 5:30 morning daily bread. My parents were constantly praying. I was constantly praying. Then in February, I came here, and we requested if Father could pray for me. And we got an opportunity, and Father prayed for me, and he also gave me the medal. The next 3 months were extremely difficult for us as a family, because we were scared, what if this diagnosis sticks? That would mean that I would have a completely different life.
it was a big question mark, because I don't know when the disease would kick in and I would lose my ability to walk, or I'd lose my ability to, do normal things, normal day-to-day life things. And I was so scared the three months that the doctor had asked us to wait to retest everything and to see, what the state of the inflammation was. And so those 3 months, the only solace that I and my family had was the covenant that we had entered into at Kripasanam and the prayers that we were offering. I didn't miss a single day. I would make sure that I offered my prayers. And I asked Mother Mary for strength. Even when I was admitted in the hospital, I think the only reason I was able to get through that experience was because I was praying to Mother. I had never had a major health episode before this, so it was extremely scary for me, everything that was happening. And I don't think if I did not have the Kripasanam Mother to pray to, I would have found the strength to sort of carry through this time. So after 3 months, the doctor had called me to reassess what was happening. And this time when I went, he cancelled the previous diagnosis that he had given me of possible multiple sclerosis. And he said that you don't have multiple sclerosis, even though your spinal tap test suggests that you could. He said, and the final diagnosis that he gave me was that the entire episode was idiopathic. That is, there is no discernible cause for why it happened. And I really want to thank the mother, our mother at Kripasanam. I really want to thank Father for the prayers that he offered for me. I truly believe that this turnaround in my diagnosis happened only because of the prayers that I and my family offered here. During this time, I think one thing that the entire episode that happened with me also helped me come closer to God. I was someone who was very active in Jesus Youth during my youth and all of that, but lately I was finding it very hard to pray. I was feeling like there was a barrier, and no matter how hard I tried, it felt like I couldn't cross that barrier. But when this episode happened and when I started praying, I think it just started coming very naturally to me. I started praying like I used to pray before. It just felt like I found that ability to pray again. And this was also one of the intentions that I had when I had taken the covenant the first time around, to be able to overcome that barrier that I was facing in prayer. And through this episode, God definitely helped me overcome it. I also committed to myself that I will go beyond the tithe that I am giving to help people around me. And I think that was again a decision that I had taken only after entering the covenant here. When I was admitted in the hospital, I cleared the bills for some people that were also admitted and who could not afford the care in Apollo. And then I also committed to educate some children who could not afford their college education. So I just want to thank Mother for putting me in a position where I could do this. And I'm just eternally grateful for bringing my health back from the brink of a very devastating diagnosis. I'm completely fine now. I don't need any medications, and my vision has been completely restored. And like I said, the doctor also gave me the clear chit in terms of not needing to worry that this potentially could be multiple sclerosis.